സത്യത്തിൽ ഇത് കാണാൻ വന്നു എന്നല്ല പറയേണ്ടത്. അതിന് ഭാഗമായി നമ്മൾ ഹൃദയത്തിൽ കോറിയിട്ട ഒരു സംഭവമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ മഴക്കാലം എന്നാണ് അതിൻ്റെ അർത്ഥം തോന്നുന്നു. എനിവേ, ഇത് നമ്മൾ അദ്ദേഹത്തെ മുന്നിൽ നിർത്തി പറയുന്ന ഒരു വാക്കല്ല. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ്, അതായത് ഓടി വന്നെന്ന് പറഞ്ഞത്, ഈ കേരളത്തിൽ ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ ഷാജി സാർ ഇവിടെ. ഇത് നമ്മൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ഈ ഡോക്യുമെൻ്ററി കാണിച്ചു, നമ്മൾ കണ്ടു, ഗംഭീരമായി പറഞ്ഞു പോവുക എന്നതിലുപരി ഇതൊരു കാലത്തെയാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഇനിയുള്ള തലമുറയ്ക്ക്. അപ്പം നമുക്ക് തിരിച്ച് അദ്ദേഹത്തെ നമ്മൾ കണ്ടു, കേട്ടു, മടങ്ങി. അതിലുപരി എൻ്റെ ഒരു വ്യക്തിപരമായി ഇത്രയും ഇവിടെ പല മഹാരഥന്മാരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എണ്ണത്തിൻ്റെ കാര്യത്തിലല്ല, ഉള്ളത് ഗംഭീരന്മാരാണ്. എന്തുകൊണ്ട് പത്മശ്രീ പോലെയുള്ള പുരസ്കാരങ്ങൾ ഇത് ആർക്കോ എന്തിനോ കൊടുക്കേണ്ടതല്ല. ഈ കാലഘട്ടത്തെ കാണിക്കുന്ന പത്മശ്രീ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞുള്ളൂ, തത്തുല്യമായിട്ടുള്ള കേരളീയ വലിയ പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങൾ കലാകാരനെ തേടി വരേണ്ടതുണ്ട്. അപ്പോൾ പാറമേക്കാവ് രാജീവ് സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഈ കണ്ടവർ അനുഭവിച്ചറിഞ്ഞ നമുക്കൊരു പ്രതിബദ്ധതയില്ലേ നമ്മുടെ വരും തലമുറയോട്? ഇവർ അമ്പലത്തിനകത്ത്, ക്ഷേത്രത്തിനകത്ത് ചുമരിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കലാരൂപത്തെ കേരളീയമാക്കി, അത് ജനകീയമാക്കി, അതിലുപരി ഇപ്പോൾ സർവ്വവ്യാപകമാക്കി. അപ്പോൾ ഒരുപാട് കുട്ടികളും ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, നമുക്ക് ഇവിടെ കൂടിയവരുടെ നേതൃത്വത്തിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ അദ്ദേഹം മാഷൊക്കെ ഉണ്ട്, ജ്യോതി മേഡുണ്ട്. നമുക്കൊരു ഗവൺമെൻറ്റിലേക്ക്, സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം. വയനാട് നമുക്ക് എന്തുകൊണ്ട് കുറവാണുള്ളത്? നമ്മളതിന് സാക്ഷ്യമായിട്ടുള്ള ആൾക്കാരല്ലേ. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ദിസ് ഈസ് ഫോർ അസ്, ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണം. ഇത്തരം കലാകാരന്മാർ നിലനിൽക്കേണ്ടതും അവർ അംഗീകരിക്കപ്പെടേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ നമ്മൾ അതിനു വേണ്ടി അവർ ശ്രദ്ധയപ്പെട്ടോ ഇല്ലായാലും നമ്മുടെ വകയായിട്ട് നമ്മൾ ശ്രദ്ധയപ്പെടുത്താനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് എൻ്റെ ഒരു എളിയ എന്താ പറയുക ആഗ്രഹമാണ്, ഒരാശയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും, ഉണ്ടെങ്കിൽ നടക്കും. തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോവാം. സന്തോഷം. താങ്ക് യു.